മൂന്നും കൂടെ അങ്ങ് ജീവിക്കുക. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഉറപ്പായി നല്ല നിലയിലെത്തും. ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഇവന്മാർ വീഡിയോ ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ സിമ്പിൾ ആയിട്ട് കരുതുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടൊരു ഫീലാണത്. ഒന്നും പറയാനില്ല. ഈ റീൽസ് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. സത്യം പറയാൻ ഒരു ഫിലിം കണ്ട മൂഡാണ് ഇവരുടെ ഈ റീൽസ് കാണുമ്പോൾ. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കോഴിക്കടയിൽ പോയി കോഴിയുടെ വേദന അല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയാണ് ആ കോഴിയുടെ അവസ്ഥ? കോഴിക്കാൽ കടിച്ചുകൊണ്ട് വീഡിയോ കാണുന്ന ഞാൻ പോയി ചിക്കൻ കഴിക്കാനുള്ള മൂഡ് പോയി. സത്യമായിട്ടും പോയി. കരയിപ്പിച്ചളഞ്ഞിരാമാര്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ബൈ ദ വൈ പറഞ്ഞു വന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കിട്ടിയ കണ്ടന്റ് കോട്ട എന്ന് പറഞ്ഞ പേജിനെ പറ്റിയാണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത പേജ് കേട്ടോ. റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ റീൽസും സിനിമ കണ്ട ഫീലാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇവന്മാരെ ഈ റീൽസ് എങ്കിലും നിങ്ങൾ വെറുതെ കണ്ടോണ്ടിരിക്കും. എന്തായാലും വെറുതെ ആവൂല. നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഇവന്മാർ കണ്ടന്റ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ പൂച്ചകൾ ഉണ്ടാവുമല്ലോ, പൂച്ചകൾ. അതിന്റെയൊക്കെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഈ വീഡിയോ ഉണ്ടോ? നമുക്ക് തിന്നാൻ ബാക്കി ഉണ്ടാവുമോ? എങ്ങനെ ഉണ്ടാവാനാ? മൂപ്പര തിന്നലാണ്ടിട്ട് പാത്രം വരെ തിന്നുന്ന തോന്നുന്നു. അമ്മ ചോറ് മതി. ബാക്കിയുള്ള ചോറോടെ കട്ടല്ലേ? അതാ പൈന വെള്ളത്തിലേട്ടേ. ഞാൻ കുറച്ച് ഭക്ഷണം മോഷ്ടിക്കാൻ പോവാ. അതൊക്കെ തെറ്റല്ലേ? പട്ടിണി എടുത്ത് മരിക്കുന്നതിലും നല്ലതല്ലേ കള്ള നല്ല പേര് കിട്ടിട്ടാണ് ഇത് ജീവിക്കുന്നത്. ഇവന്മാരെന്തോടാ പൂച്ചയായിട്ട് ജീവിക്കണം? സത്യമായിട്ട് കാണുമ്പോ സങ്കടം വരും. എങ്ങനെയാണ് ഇതൊക്കെ പടച്ചു വിടുന്നത്? സത്യമായിട്ടും നമ്മളെ മനസ്സൊന്ന് വിങ്ങും ഇത് കാണുമ്പോ. സത്യം പറ, നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ച പൂച്ചകളുടെ ഈ അവസ്ഥ? ഞാനൊരു പൂച്ചപ്രാന്തനാണ്, എന്നാലും ഇത്രയെ പോയി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇവന്മാര് അഭിനയിക്കല്ല, ജീവിക്കണം കേട്ടോ. കമന്റ് നോക്കട്ടെ. എന്റെ പൂച്ചയ്ക്ക് കൊടുത്ത് ഇപ്പൊ അടുക്കള പോണില്ല. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. അവർക്ക് തിന്നാൻ കൊടുത്താലേ നമ്മളെ തീറ്റിക്കുക. അത് വേറെ സത്യം കേട്ടോ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇനിയിപ്പോ പൂച്ചയ്ക്ക് കൊടുക്കാതെ എങ്ങനെ കഴിക്കും? ശരിയാണ്, കരയിച്ച് കളഞ്ഞു. ഇനി അതുവല്ല വന്ന് വിളിക്കുമ്പോ സത്യമായിട്ട് ഈ വീഡിയോ ആയിരിക്കും മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ഈ പൂച്ചയ്ക്ക് ഭയങ്കര ഒരു വിഷം തിട്ടാണെങ്കിൽ നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര സഹതാപ നോട്ടമാണ് നോക്കണം ഈ പൂച്ചകൾ. കൊടുത്തു പോകും, ഇനി കൊടുത്തു പോകും. അതാണ് അതിന്റെ ഒരു സത്യം. ഇന്നത്തെ ചോറ് പൂച്ചയ്ക്ക്. എടാ മറ്റേ ഈ ഇടയ്ക്ക് ഒരു നാടോടിയിലല്ല, മറ്റേ ഭരതനാട്യം ഏതോ ഒരു ന്യൂസ് വന്നായിരുന്നല്ലോ, കേസ് വന്നായിരുന്നല്ലോ. ഒരു പെണ്ണുപിള്ള കലാഭമണിയുടെ അനിയനെ പറ്റി കറുത്തവനാണ്, കാക്കയുടെ നിറവണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയില്ലേ. അപ്പൊ അവരെ ഒന്ന് ഊക്കിക്കൊണ്ടുപോകുമാരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, ഒന്ന് കണ്ടു. ഇപ്രാവശ്യം നമ്മൾ ഹോളി ആഘോഷിക്കാൻ പോണത് ഈ കറുത്ത പടി വെച്ചിട്ടായിരിക്കും. അതെന്താ അങ്ങനെ? ഒരു യക്ഷീനെ തളയ്ക്കാണ്ട്. A happy person is not a person in a certain set of circumstances, but rather a person with a certain set of attitudes. നിന്നെ കിടക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കറുത്തൊരു പെണ്ണാണ്. കറുപ്പായി കറുകറുത്തൊരു പെണ്ണാണ്, കടഞ്ഞെടുത്തൊരു നെയ്യാണ്. പെണ്ണാണ്, കണ്ണാക്കി കൊടുത്തൊരു നെയ്യാണ്. സത്യഭാമ ശരവ കളിയാടിയ കാളിന്തിയോരം ഭൂയലിൽ ഇതിനൊക്കെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും അടിപൊളി വീഡിയോ. എയറിൽ കയറിയവളെ ഹെലികോപ്റ്ററിൽ കയറി ഊക്കുന്ന ടീംസ്. സത്യം
അല്ലെങ്കിൽ ഒരു മനുഷ്യരെ ഇങ്ങനെയാണ് അപമാനിക്കണം. സത്യഭാമയാണ് പോലും, സത്യഭാമ അവരെ പേര് അങ്ങനെ തന്നെ മറന്നുപോയി, കുറച്ചായില്ലേ. നിങ്ങളുടെ എല്ലാവരും വീട്ടില് പല്ലി ഇല്ലടാ വീട്ടില്. ഇനി പല്ലി ഇല്ലാത്തവരുടെ വീട് കുറവായിരിക്കും. നമ്മളെ വീട്ടിലുണ്ട് 2 പല്ലി. എന്റെ മോള് വിളിക്കുന്നത് ടുട്ടു മുട്ടു, അങ്ങനത്തെ 2 ഉണ്ട്, സ്ഥിരം അടുക്കളയിൽ കാണും. അപ്പൊ ഈ പല്ലിയുടെ ലൈഫ് വെച്ചിട്ട് ഒരു വീഡിയോ മാറി ചെയ്ത് കണ്ടുപോകാം. ഹായ് ഗൈസ്, എന്റെ പേര് പല്ലി. എല്ലാവർക്കും ബാത്റൂം ബ്ലോഗിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ദിവസവും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? പലർക്കും പല അഭിപ്രായമാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ശരിക്കും നമ്മൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നു? ഗൈസ്, കുട്ടിക്കാലത്തൊന്നും ഒരിക്കൽ പോലും അമ്മ എന്നെ ആ ബാത്റൂമിൽ കയറാൻ സമ്മതിക്കില്ലായിരുന്നു. അഥവാ കയറിയാൽ തന്നെ അമ്മ എന്റെ കണ്ണുകൾ പൊത്തി പിടിക്കുമായിരുന്നു. ഒരു ദിവസം ഒരാൾക്ക് ഏകദേശം 2.5 ലിറ്റർ മൂത്രം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. 2.5 ലിറ്റർ മൂത്രം, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് വേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 3.5 ലിറ്റർ വെള്ളം കുടിച്ചാൽ മാത്രമേ 2.5 ലിറ്റർ മൂത്രം പുറത്തേക്ക് പോകത്തുള്ളൂ. Please. I kindly request. എങ്ങനെയാണ് ഇത് വളച്ചു വിടുന്നത്? അപ്പഴേ പറഞ്ഞില്ലേ തള്ളപ്പല്ലി, പോരുത്. എന്തുവാടെ നീ കൊണ്ടു നടക്കുന്ന ഗതയോ? പാമ്പിനെ കണ്ട പല്ലിക്കുട്ടിയുടെ കഥ. എടാ, ഇതിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നും കൂടെ ആ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. നിങ്ങൾ ആരൊക്കെ ചൂണ്ടയിടാൻ പോയിട്ടുണ്ട്? ചൂണ്ടയിടാൻ. എന്നാൽ ചൂണ്ട ഇടിയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കഥയാണ് ഇനി കാണിക്കാൻ പോണത്. ഹലോ, അടതപ്പ വരാം. ഒരൊറ്റ മിനിറ്റ് കിട്ടട്ടെ. ആ ഇങ്ങോട്ട് കിടക്കണ പന്നി അടിച്ചനെ. മീനെ തിരിച്ചു വിടാന്ന് വിചാരിച്ചപ്പോ 2 പിടിച്ചോണ്ട് പോയി. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാണ്. ഈ മീനും ഫാമിലിയും കുട്ടികളൊന്നും ഇല്ലേടെ. അപ്പൊ എന്റെ അടുത്ത് പറയും നാളെ തൊട്ട് നീ മീൻ തിന്നണ്ടെന്ന്. അങ്ങനല്ല, എന്നാലും ഇത് കണ്ടപ്പോഴേ ആ ഫസ്റ്റ് കാണിച്ച കോഴിയുടെ വീഡിയോ ഇല്ലേ, അതാണ് എന്ന് വെച്ചാൽ സങ്കടം വന്നു. ഇത് അമ്മമാരെ അഭിനയം കണ്ടിട്ട് ചേടാ ചൂണ്ടയിടാൻ പോകാൻ പ്ലാൻ ചെയ്തത് ആ മോളങ്ങ് പോയി. മനസ്സിൽ പോലും വിചാരിക്കാത്ത കണ്ടന്റ്. സത്യമാണ്, ഇങ്ങനെയൊക്കെ കണ്ടന്റ് ആരെ തലയിലടാ ഉദിക്കണത്? അത്രയും ചെറിയ കാര്യമാണ്, എന്നിട്ട് അത് ഇത്രയും വലുതാക്കി ചെയ്യണമെങ്കിൽ നോക്കിയാണ് കഴിവ്. ഇതാണ് ചോര കണ്ടർപ്പ് മാറിയ ചോര ബീരാൻ. നല്ല പിഷ്കനാണെന്നാണല്ലോ നാട്ടുകാരൊക്കെ പറയുന്നത്. ഗൈസ്, ഞങ്ങൾ കുപ്രസിദ്ധരായ 2 കള്ളന്മാരാണ് ഗൈസ്. ഞങ്ങൾക്ക് നല്ലൊരു അബദ്ധം പറ്റി ഗൈസ്. വീടല്ലേ? പാട്ടൊന്ന് പാട് പാട്ടും. കൊലുസു കിട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമോടെ മധുര നമ്പര മുതിരും പാട്ടി മിഷന കൊണ്ടുവാ. ഉദിച്ച നക്ഷത്ര മുത്തുകൾ പോരും പ്രണയം കൊണ്ടുവാ. രാഗരൂപിണി
ഞങ്ങൾ പൊളിവിലാണ് കഴിച്ചു. ആ ചോര വീരാൻ ഞങ്ങളെ തെരഞ്ഞു നടക്കുക. നാളെ ഞങ്ങൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല ചോര വീരനൊക്കെ ഉണ്ടോ? ചോര വീരൻ ആ ഇൻട്രോയും കൊള്ളാം, ആ ട്വിസ്റ്റും കൊള്ളാം. കിട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമോടെ മധുര നമ്പര മുതിരും പാട്ടിൻ നിശല കൊണ്ടുവാ. തീരാനിക്ക നിങ്ങള് റൊമാൻറ്റിക് ആണല്ലോ. എന്തായാലും ഇവന്മാർ ഈ കണ്ടന്റ് മേക്ക് ചെയ്തെടുക്കണേനെ 100-ൽ 110 മാർക്ക് കൊടുക്കുക. ഞാൻ വന്നിരുന്ന ആയി സംസാരിക്കണതിന്റെ ഒരു ലാഗേ നിങ്ങൾക്ക് അടിക്കുള്ളൂ. ഈ അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് ഈ ഒരു കാക്കേനെയും മരം കുത്തിയും കാണിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. മോനെ മരം കേട്ട് അറിയാത്ത ഉണ്ടാൻ പാടില്ല. ഒന്ന് കേറട. ദൈവമേ, എന്റെ മോനെ ആരാ മരം കേട്ടം പഠിപ്പിക്ക? ഞാൻ പഠിപ്പിച്ചാ മതിയോ? നിങ്ങളാരാ? ഞാൻ കമന്റ് ബോക്സിൽ നിന്ന് വന്നതാ. ഈ ആമക്കുഞ്ഞല്ല, അണ്ണാകുഞ്ഞ. കളിയാക്കുന്നവര് കളിയാക്കിക്കോട്ടെ. കയ്യിലെ നഖത്തിനെ ആയുധമാക്കി അതിനെ മൂർച്ച കൂട്ടി മരത്തിൽ അള്ളിപ്പിടിച്ച് ഉയരങ്ങൾ കീഴടക്ക്. The cause repossessed. Nobody believes in you. You've lost again and again and again. The lights are cut off, but you're still looking at your dream, reviewing it every day, and say to yourself, it's not over until നിങ്ങൾ ആ മരം കുത്തിയെ ശ്രദ്ധിച്ചായിരുന്നോ? ഉളിയും കൊടുത്തിരുത്തിരിക്കണ്ട. എങ്ങനെയാടാ ഇതൊക്കെ ചിന്തിക്കണേ നിങ്ങള്? മരം കത്തിയ ഉളി. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.